നമസ്കാരം. ഡിസൈൻ ഹബിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഒരു ബോട്ടമാണ് സ്റ്റിച്ച് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അളവെടുത്ത ഒരു ബോട്ടമാണ് ഇന്ന് സ്റ്റിച്ച് ചെയ്യുന്നത്. അതിനായി നമുക്ക് 3 അളവുകൾ മാത്രം മതിയാവും. ഫുൾ ലെങ്ത് 40 ഇഞ്ച്, ഹിപ്പ് വണ്ണം 34, ആംഗിൾ റൗണ്ട് 14. ഈ 3 അളവ് നമുക്ക് മതിയാവും. ഈ 3 അളവിൽ ഇത് 2 മീറ്റർ തുണിയാണ്. ഈ 2 മീറ്റർ തുണിയിൽ നമുക്ക് ഒരു ബോട്ടം സ്റ്റിച്ച് ചെയ്യാം. അതിനായി 4ആയിട്ട് മടക്കിയിട്ട തുണിയാണിത്. 4ആയിട്ട് മടക്കിയിടുക. ഈ 40 ഇഞ്ച് ലെങ്തിൽ നമുക്ക് 6 ഇഞ്ച് വേസ്റ്റ് ബാൻഡിനായിട്ട് മാറ്റേണ്ടതുണ്ട്. ബോട്ടത്തിൻ്റെ വേസ്റ്റ് ബാൻഡ് എന്ന് പറയുന്നത് ഈ പീസാണ്. ബോട്ടം ഉപയോഗിക്കുന്നത് നമുക്കറിയാം. ഇതാണ് ബോട്ടത്തിൻ്റെ വേസ്റ്റ് ബാൻഡ്. ഈ 40 ഇഞ്ചിൽ നമ്മൾ വേസ്റ്റ് ബാൻഡിനായിട്ട് 6 ഇഞ്ച് ലെങ്ത് മാറ്റുന്നു. നമ്മുടെ ഫുൾ ലെങ്ത് 40 ഈ 40-ൽ നിന്ന് 6 ഇഞ്ച് വേസ്റ്റ് ബാൻഡിന് മാറ്റിയാൽ 34 ഇഞ്ച് നമ്മളിവിടെ മാർക്ക് ചെയ്യുക. 34 ഇഞ്ച് മാർക്ക് ചെയ്യുന്നതിന് മുമ്പ് ഇവിടെ നമ്മളൊരു 1/2 ഇഞ്ച് തയ്യൽ തുമ്പ് കൊടുക്കണം. കാരണം ഈ വേസ്റ്റ് ബാൻഡിന് ശേഷമുള്ള പീസിൽ നമ്മളൊരു 2 ഇഞ്ചാണ് താഴെ മടക്കി അടിക്കുന്നതിനും തയ്യൽ തുമ്പിനുമായി എടുക്കേണ്ടതുള്ളത്. മുകളിൽ 1/2 ഇഞ്ച് കൊടുക്കുക, താഴെ ഒരു 1.5 ഇഞ്ച് കൊടുക്കുക. കാരണം ഇവിടെ നമ്മൾ സ്റ്റിപ്പ് വെച്ച് അടിക്കേണ്ടതാണ്. അപ്പോൾ ഒരു 1.5 ഇഞ്ച് താഴെയും കൊടുക്കുക. ഇവിടെ നമ്മൾ ആംഗിൾ റൗണ്ട് 14 ഇഞ്ചാണ്. അപ്പോൾ നമ്മൾ 7 ഇഞ്ച് മാർക്ക് ചെയ്തു. നമുക്ക് 7 ഇഞ്ച് എന്നുള്ളത് നമുക്ക് 6, 6.5 ഒക്കെ എടുക്കാം. അത് ഓരോരുത്തരുടെ ആവശ്യം അനുസരിച്ച് നമുക്കത് ടൈറ്റ് ചെയ്യാവുന്നതാണ്. ഏറ്റവും മിനിമം എന്ന് പറയുന്നത് 12 വരെ നമുക്കെടുക്കാം. കാരണം 6 ഇഞ്ച് ടൈറ്റ് ലൂസ് ആവശ്യമുള്ളവർക്ക് 6 ഇഞ്ച് എടുക്കാം, 6.5 എടുക്കാം, 7 എടുക്കാം. ഈ അളവ് വരെ നമുക്ക് എടുക്കാവുന്നതാണ്. ഇപ്പം നമ്മളിത് 7 ഇഞ്ചാണ് ഇട്ടിരിക്കുന്നത്. 1 ഇഞ്ച് നമ്മളിവിടെ തയ്യൽ തുമ്പും മാർക്ക് ചെയ്തു. ഇനി നമുക്ക് ഇവിടെ ക്രോച്ച് ലെങ്താണ് എടുക്കാനുള്ളത്. നമുക്ക് സാധാരണ ക്രോച്ച് ലെങ്ത് എടുക്കുന്നത് ഒരു സ്മോൾ സൈസ് ഉള്ളവർക്കൊക്കെ ആണെങ്കിൽ ഒരു 7 ആയിരിക്കും എടുക്കുന്നത്. ലാർജൊക്കെ ആണെങ്കിൽ ഒരു 8 എടുക്കും. ഇതിപ്പോൾ നമ്മൾ ഒരു സ്മോൾ സൈസ് ആയതുകൊണ്ട് ഞാനിവിടെ ഒരു 7 ഇഞ്ചാണ് ക്രോച്ച് ലെങ്ത് മാർക്ക് ചെയ്യുന്നത്. ഇവിടുന്ന് ഒരു 2 ഇഞ്ച് മാർക്ക് ചെയ്തു. ഇവിടെ നിന്ന് ഒരു 7 ഇഞ്ച് മാർക്ക് ചെയ്തു. ഇനി ഇവിടെയും നമ്മൾ 1 ഇഞ്ച് തയ്യൽ തുമ്പ് മാർക്ക് ചെയ്യുക. നമ്മുടെ വേസ്റ്റ് ബാൻഡിൻ്റെ അളവ് നോക്കാം. വേസ്റ്റ് ബാൻഡിൻ്റെ വണ്ണം നമ്മൾ എടുക്കുന്നത് നമ്മുടെ ഹിപ്പ് റൗണ്ട് 34 34ൻ്റെ കൂടെ 6 ഇഞ്ച് ലൂസ് കൂട്ടുക. 40 ഇഞ്ച് അളവ് കിട്ടി. 40ൻ്റെ നേർപകുതി നമുക്ക് 20 ഇഞ്ചാണ്. 20ൻ്റെ പകുതി 10 ഇഞ്ച്. ഇപ്പം നമ്മളിവിടെ ഒരു 10 ഇഞ്ച് മാർക്ക് ചെയ്യുക വണ്ണം. കാരണം ഇത് 4 പീസാണ്. 4 പീസാകുമ്പോൾ നമുക്ക് ഒരു പീസിന് 10 ഇഞ്ച് വണ്ണം എടുത്താൽ മതിയാവും. നമ്മൾ 10 ഇഞ്ച് വണ്ണം എടുത്തു. ഇനി നമുക്ക് ഈ ബാൻഡ് പീസിൻ്റെ ഇറക്കം നമ്മൾ എത്രയാണ് പറഞ്ഞിരുന്നത്? 6 ഇഞ്ച് ഇറക്കമാണ് നമ്മൾ പറഞ്ഞിരുന്നത്. എടുക്കേണ്ട ഇറക്കം 6 ഇഞ്ച് മാർക്ക് ചെയ്തു. ഇവിടെയും നമ്മൾ 6 ഇഞ്ച് മാർക്ക് ചെയ്തു. അതിനുശേഷം കൂട്ടി വയ്ക്കും. ഇനി അത് കട്ട് ചെയ്തെടുക്കാം. പിടിപ്പിക്കുന്നത് നമ്മൾ ഈ വേസ്റ്റ് ബാൻഡ് നമുക്ക് ഈ മുകളിൽ നമ്മൾ പിടിപ്പിക്കണം. ഇത് നമുക്കിനി ചുരുക്കിടുന്നതാണ്. ബാൻഡ് പീസിന് 10 ഇഞ്ചാണ് വീതി എടുത്തിരിക്കുന്നത്. ബാൻഡ് പീസ് നമുക്ക് 9 ഇഞ്ചാണ് തയ്ച്ച് കഴിയുമ്പോൾ കിട്ടുന്നത്. ഈ 9 ഇഞ്ചിൽ നമ്മൾ ഇതിൻ്റെ ഒരു പീസിൻ്റെ ചുരുക്ക് നമുക്ക്
കിട്ടണം. അപ്പോൾ നമ്മൾ ഫുള്ള് നമുക്കിതിന് ചുരുക്കിട്ട് കൊടുത്ത് ഒരു പീസ് നമുക്ക് 9 കിട്ടത്തക്ക രീതി ചുരുക്കിട്ട് കൊടുക്കും. അപ്പോൾ നമുക്ക് ഇതേപോലെ നമുക്ക് ചുരുക്ക് വരും. ഇതേപോലെ നമുക്ക് ഒരു പീസിന് ചുരുക്ക് വരും. ഇങ്ങനെ നമ്മൾ ഫുള്ള് ചുരുക്കിട്ട് കഴിയുമ്പോൾ കറക്റ്റ് നമുക്ക് ഈ ബോട്ടത്തിനുള്ള ചുരുക്ക് ഫുള്ളായിട്ട് കിട്ടും. അപ്പം ബോട്ടത്തിന് പല സ്റ്റെപ്പായിട്ട് നമുക്ക് പഠിക്കാം. ഇപ്പം ഞാനൊരു സാധാരണ ബോട്ടത്തിൻ്റെ ഒരു മെത്തേഡാണ് നിങ്ങളെ കാണിച്ചിരിക്കുന്നത്. നമ്പർ ബേസിൽ നമുക്ക് ഓരോരോ ബോട്ടങ്ങളും പഠിക്കാം. ഞാൻ പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. മെഷർമെൻ്റ് എടുത്ത് തയ്ക്കുന്ന രീതി ഒരിക്കലും ഒരളവിൽ അവസാനിക്കത്തില്ല. അത് നമ്മൾ റെഗുലറായിട്ടുള്ള ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. ഇനിയിപ്പോൾ നമ്മൾ ഈ ഒരു ബോട്ടം എങ്ങനെ സ്റ്റിച്ച് ചെയ്യുന്നത് നോക്കാം. നമ്മൾ ഇത് സ്റ്റിച്ച് ചെയ്യുന്നതിന് താഴെ നമ്മൾ ബോട്ടത്തിൻ്റെ താഴെ ഇവിടെ ഇത് അടിച്ചു കൊടുക്കാനാണ് ഈ സ്റ്റിപ്പ്. നമ്മൾ 1/2 ഇഞ്ച് തയ്യൽ തുമ്പ് ഇതിങ്ങനെ വെച്ച് അടിക്കുന്നതിനായിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. ആദ്യം നമ്മൾ ഇതിങ്ങനെ വെച്ച് ഈ 1/2 ഇഞ്ച് തുമ്പ് വെച്ച് അടിക്കുക. അതിനുശേഷം നമ്മൾ വീണ്ടും ഒന്നുകൂടെ മടക്കുക. ഇതുപോലെ നമ്മൾ അടിച്ചെടുത്തു. അതിനുശേഷം നമ്മൾ ഇതിൻ്റെ ഈ എഡ്ജിൽ കൂടെ ഒന്നുകൂടി അടിക്കാം. നമ്മൾ ഇങ്ങനെ അടിച്ചെടുത്തു. ഇനി നമുക്ക് ഇതെന്തെങ്കിലും വളച്ചോ 1, 2, 3 അടിപ്പൊക്കെ ഇങ്ങനെ ഒന്ന് അടിച്ചു കൊടുക്കാം. ബോട്ടത്തിൻ്റെ ഒരു ഭംഗിക്കായിട്ട് നമുക്കിവിടെ ഇപ്പോൾ ഇങ്ങനെ 2 സ്റ്റിച്ച് കൊടുക്കാം. ഒരു 1/4 ഇഞ്ച് വീതിക്ക് ഒന്നുകൂടെ അടിക്കാം. നമ്മൾ ഇങ്ങനെ അടിച്ചു. ഇനി നമുക്ക് മറ്റേ കാലും ഇതുപോലെ തന്നെ അടിച്ചെടുക്കാം. വീണ്ടും നമ്മളൊരു മടക്കൂടെ മടക്കി അതുപോലെ തന്നെ അടിച്ചു കൊടുക്കുക. നമ്മൾ 2 പീസും ഇതേപോലെ അടിച്ചിരിക്കുകയാണ്. ഇനി നമുക്ക് ഈ കാലിൻ്റെ വണ്ണം അടിച്ച് കറക്റ്റ് ചെയ്യാം. നമ്മൾ 7 ഇഞ്ചാണ് എടുത്തിരിക്കുന്നത്. വണ്ണം ഒരുപോലെയാണെന്ന് നോക്കുക. ഈ 2 പീസുകൾ തമ്മിൽ ഒന്ന് ജോയിൻ്റ് ചെയ്ത് കൊടുക്കുക. ഈ 2 പീസും ഇതുപോലെ എടുത്തിട്ട് ഇങ്ങനെ ചീത്ത വശവും കൂടെ പിടിക്കുക. ഇത് നല്ല വശമാണ്. നല്ല വശത്തു നിന്നും ഇങ്ങനെ ഇട്ടതിന് ശേഷം ഇങ്ങനെ ഇത് ഒപ്പം പിടിച്ചു കൊടുക്കുക. ഇതിങ്ങനെ നമുക്ക് ഒപ്പമായിരിക്കണം. ഇതുകൊണ്ട് ഈ 2 തയ്യൽ തുമ്പ് ഒപ്പം വരണം. മുകളിൽ നിന്ന് നമ്മൾ അടിച്ചു കൊടുക്കുക. നമ്മൾ ബോട്ടം അടിച്ചിരിക്കുകയാണ്. ഇങ്ങനെ ഇതുപോലെ ഒപ്പം അടിച്ചിരിക്കുകയാണ്. ഇനി നമുക്ക് നമ്മുടെ ബാൻഡ് പീസ് എങ്ങനെ അടിക്കുന്നതെന്ന് നോക്കാം. ബാൻഡ് പീസ് നമ്മൾ 6 ഇഞ്ചാണ് ഇറക്കം എടുത്തത്. അതിൻ്റെ കൂടെ നമ്മൾ ഒരു 2 ഇഞ്ച് കൂടെ കൂട്ടിയെടുക്കേണ്ടതായിട്ടുണ്ട്. കാരണം 2 ഇഞ്ച് കൂടെ എടുത്താലേ നമുക്ക് മടക്കി തയ്ക്കാനുള്ള തയ്യൽ തുമ്പ്, ഇവിടുത്തെ തയ്യൽ തുമ്പ് ഇവിടെ ബാൻഡ് മടക്കാനുള്ള തുണിയും കിട്ടത്തുള്ളൂ. അത് നമ്മൾ അളവെടുത്തപ്പോൾ ഈ 2 ഇഞ്ച് നമ്മൾ കൂട്ടിയിട്ടില്ല. നിങ്ങൾ അളവെടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അത് എനിക്ക് മിസ്സായിപ്പോയി. ഇതുപോലെ ജോയിൻ്റ് ചെയ്തു. ഇനി ഈ വശവും അതുപോലെ തന്നെ ഒരു 1 ഇഞ്ച് ഇട്ട് നമ്മൾ അടിച്ചെടുക്കുക. ഇവിടെ ഒരു 1 ഇഞ്ച് വരത്തക്ക രീതി കൊണ്ടുവന്ന് നിർത്തുക. അതിനുശേഷം നമ്മൾ എടുക്കുക. അതിനുശേഷം ഇങ്ങനെ വെച്ചിട്ട് നമ്മളൊന്ന് മടക്കി തയ്ക്കുക. ഇതുപോലെ നമ്മൾ അടിച്ചെടുത്തു. ഇനി നമുക്ക് ഇവിടെ
ഇതിന് ഇടാനുള്ള നാട ഇതിനകത്തൂടെ നമുക്ക് ഇടാവുന്നതാണ്. ഇതുപോലെ നാട എടുക്കുക. നമ്മൾ കുറച്ച് നമ്മൾ വെളിയിലേക്ക് ഇങ്ങനെ വിട്ടതിന് ശേഷം ഇങ്ങനെ മടക്കുക. അതിനകത്ത് തന്നെ വെച്ച് മടക്കുക. ഇപ്പം നമ്മൾ ഇങ്ങനെ ബാൻഡ് പീസ് അടിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് ഈ ബാൻഡ് പീസ് നമ്മൾ ഈ അടിച്ചു വെച്ചിരിക്കുന്ന ഈ പീസിൽ നമുക്ക് ചുരുക്കിട്ട് ചേർക്കേണ്ടതാണ്. ഇത് ഫുള്ള് ചുരുക്കിട്ടിട്ട് ഇതിൽ പിടിപ്പിക്കാനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. നമുക്കപ്പോൾ 1 ഇഞ്ച് ചുരുക്കിട്ട് നമ്മൾ കൊടുക്കുക. നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇത് ഈ ഒരു പീസ് നമ്മുടെ ഇത് തയ്ച്ച് ഈ ചുരുക്കിട്ട് നമ്മളിനി ഈ ബാൻഡ് പീസിന് പിടിപ്പിക്കണം. നമ്മൾ ഫുള്ളിപ്പോൾ 1 ഇഞ്ച് വെച്ചുള്ള ചുരുക്ക് ഫുള്ളിടാനാണ് ഉദ്ദേശിക്കുന്നത്. നമുക്ക് അങ്ങനെ ചുരുക്കിട്ടൊന്ന് നോക്കാം. ഇതുപോലെ അതിന് ശേഷം നമ്മളൊന്ന് നോക്കുക. നമുക്ക് ആ ഒരു വശത്തേക്ക് ആ ചുരുക്ക് കറക്റ്റായിരിക്കുമോ എന്ന് നോക്കുക. ഇപ്പം നമ്മൾ ഒരു വശത്തേക്കുള്ള ചുരുക്കിട്ടു. നമ്മുടെ ഈ പാൻറ്റ് പീസിൻ്റെ 4ആയിട്ട് മടക്കുക. നമ്മൾ ചുരുക്കിട്ട ആ പീസ് നമ്മളൊന്ന് വെച്ച് നോക്കുക. നമുക്ക് കറക്റ്റാണ്. ഇതാ കറക്റ്റായിട്ടുണ്ട്. ഇനി അപ്പുറത്തെ വശവും നമ്മൾ അതുപോലെ തന്നെ ചുരുക്കിട്ടെടുക്കുക. ഇപ്പം നമ്മൾ ഇതുപോലെ നമ്മൾ ഫുള്ള് ചുരുക്കിനായിട്ട് നമ്മളിതെടുത്തു. നമ്മളെപ്പോഴും ഞാൻ പറഞ്ഞ പോലെ നമുക്കിത് വലിയവർക്കാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഫുള്ള് ചുരുക്ക് കിട്ടില്ല. അപ്പോൾ നമ്മൾ ആ ചുരുക്ക് തന്നെ നമ്മൾ ഫ്രണ്ട് പോർഷനിലേക്ക് വളരെ കുറച്ച് ചുരുക്കിട്ട് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ചുരുക്കിന് അങ്ങനെ പ്രത്യേകിച്ചൊരു അളവ് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം ഓരോരുത്തരുടെ വണ്ണം അനുസരിച്ച് തുണിക്ക് ചിലപ്പോൾ കൂടുതൽ തുണി ഉണ്ടാകത്തില്ല. ആ 46 ഇഞ്ച് വീതിയുള്ള തുണിയോ അല്ലെങ്കിൽ 40 ഇഞ്ച് വീതിയുള്ള തുണിയൊക്കെ ആണെങ്കിൽ നമ്മൾ ചുരുക്ക് അതനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് ഇട്ട് കൊടുക്കേണ്ടതാണ്. നമ്മൾ ഇങ്ങോട്ട് ചുരുക്കിടുമ്പോൾ ഇതുപോലെയും ഇതുപോലെ അങ്ങോട്ട് രണ്ടാമത്തെ ചുരുക്കിടുമ്പോൾ അങ്ങോട്ടേക്ക് വിട്ട് കൊടുക്കണം. ബാൻഡ് പീസ് നമുക്ക് കറക്റ്റായിട്ടുണ്ട്. ഇനി നമുക്കിത് അടിച്ചു കൊടുക്കാം. ഇതുപോലെ ചുരുക്കമുള്ളൊരു പാൻറ്റാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്തത്. ഓരോ ഇഞ്ച് അകലത്തിൽ നമുക്ക് ചുരുക്കിട്ടു. ബാക്ക് വശം നമുക്കിതാ ഇതുപോലെ ഒന്ന്. ഇനി ഇത് ഒരു ഫസ്റ്റ് ഒരു സാധാരണ ബോട്ടം സ്റ്റിച്ച് ചെയ്തു. ഇനി അടുത്തടുത്ത ക്ലാസ്സുകളിൽ ബോട്ടത്തിൻ്റെ ഓരോ പാർട്ട് കാണിക്കുന്നതാണ്.